ഇപ്പോൾ 4x³ + 2x - 6 അതിനെ x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇതൊട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിളായി ഓർത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. ഞാൻ എക്സാമ്പിളായിട്ട് സാധാ ഒരു ഡിവിഷനും എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടും ഒരേപോലെ വർക്കാവുന്ന ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ വലിയ നമ്പർ ഫസ്റ്റത്തത് 4x³ ആണ്, ഇവിടുത്തത് കൊടുക്കുക എക്സ് ആണ്. ഓക്കെ, ഇവിടുത്തെ വലിയ പവർ 4x³ ടേം, ഇവിടുത്തെ എക്സ് ആണ്. എക്സിനെ എങ്ങനെ 4x³ ആക്കാൻ നോക്കാം. ഓക്കെ, അതല്ല അതിങ്ങനെ ആലോചിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 4x³ x ഒന്ന് ചെയ്ത് നോക്കാം. എക്സും കട്ട് ചെയ്ത് പോവും, 4x² മാറും അല്ലേ. അതായത് എക്സിനെ 4x³ ആക്കാൻ, എക്സിനെ x³ ആക്കാൻ x² വേണം, പിന്നെ ഒരു 4 കൂടെ വേണ്ടേ. അപ്പോൾ അത് മുകളിൽ എഴുതി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എക്സിനെ 4x³ ആക്കാൻ 4x² കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതൊന്നും നോക്കണ്ട, നിങ്ങൾ മുകളിലാണ്ട് എഴുതി കൊടുക്കാം. ഓക്കെ, നോർമലി നിങ്ങൾ ഫസ്റ്റ് നോക്കുമ്പോൾ 5 എത്ര 3 ഉണ്ട് നോക്കും, എന്നിട്ട് 1 എഴുതി വയ്ക്കും. അടുത്തെന്താ ചെയ്യുക, ഈ 1/3 ചെയ്യും, എന്നിട്ട് ഈ 3 ഇവിടെ എഴുതും. അതേ സ്റ്റെപ്പ് തന്നെ പിടി. അപ്പോൾ നമ്മൾ 4x² എന്ന് പറഞ്ഞാൽ മുകളിലെ ടേം കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഗുണിക്കാം. ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 4x² × x ചെയ്യണം, 4x² - 1 ചെയ്യണം. 4x² × x എന്താ, 4x³. 4x² × -1 എന്താ, -4x². ഓൾ ഡിവൈഡ് ബൈ അല്ല, നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവാം അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും, 5 - 3 കുറച്ചിട്ട് 2 എഴുതും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, 4x³ എന്ന് 4x³ കുറച്ച് കഴിഞ്ഞാൽ 0. ഇനി അത് എഴുതേണ്ട കാര്യമില്ല, വെറുതെ എഴുതിയിട്ട് 0 എന്ന് എഴുതിയിട്ട് അവിടെ. ഓക്കെ, പിന്നെ അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ x² ഉണ്ടോ, x² ഇല്ലല്ലോ. അതായത് 0x² ആണ്. വേണമെങ്കിൽ പെൻസിൽ കൊണ്ടൊന്ന് എഴുതി കൊടുക്കാം. 0x² മൈനസ് കുറയ്ക്കുകയല്ലേ, സബ്ട്രാക്ട് ചെയ്യല്ലേ, -4x². അപ്പോൾ എന്താവും, +4x² ആവും. കാരണം 0x² ആണ് മുകളിലുള്ളത്, -c ആണ് വേണ്ടത്, താഴെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് പ്ലസ് ആയി 4x² ആയി. ഇനി നമ്മൾ എന്താ ചെയ്യുക, അടുത്ത നമ്പേഴ്സൊക്കെ ഇറക്കി എഴുതും അല്ലേ. 276 ശരിക്കും 276 മൊത്തം ഇറക്കി എഴുതണം, നമ്മൾ എല്ലാം ഇറക്കി എഴുതാറില്ല. ശരിക്കും 276 മൊത്തം ഇറക്കി എഴുതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാം ഇറക്കി, ബാക്കിയുള്ള 4x² കഴിഞ്ഞാൽ ഇത് മേലെ ഒരു 2x ഇനി ബാക്കിയുണ്ട്, -6 ബാക്കിയുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. 2-ൽ പോകില്ലല്ലോ, 27-ൽ എത്ര ഉണ്ട്, 9 ഉണ്ട് എന്ന് എഴുതി കൊടുക്കും, 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അതെ 4x² ഇനി ബാക്കിയുള്ളത് ഫസ്റ്റത്തെ, ഇവിടുത്തെ എന്താണ്, എക്സ്. എങ്ങനെ എക്സിനെ 4x² ആക്കും. അപ്പോൾ ഇനി അടുത്തത് 4x² x കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, അതെന്ത് വരും, 4x അല്ലേ. അതായത് എക്സിനെ 4x² ആക്കാൻ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 4x കൊണ്ടാണ്. ഈസി ആയിട്ട് മനസ്സിലാക്കാം. എക്സിനെ x² ആക്കാൻ x കൊണ്ട്, 4x² ആക്കുന്നതിന് ഒരു 4 കൂടെ. 4x × x - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ആദ്യം 4x × x 4x², 4x × -1 -4x. ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക, ഇവിടെ നമുക്ക് കൂടെ ചെയ്യാം അല്ലേ. അപ്പോൾ 9 × 3 ചെയ്ത് കഴിഞ്ഞാൽ 27, എന്നിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. 27 പോയി കഴിഞ്ഞാൽ 0, പിന്നെ നമ്മൾ 6 അല്ലേ, 6 ഇറക്കി എഴുതും. അതുപോലെ തന്നെ ഇവിടെ 4x² 4x² വെച്ചാൽ 0. ഇവിടെ 2x ഉണ്ട്, 4x താഴെയുണ്ട്, -4x ആണ്, ശ്രദ്ധിക്കണം. 2x - -4x എന്ന് പറഞ്ഞാൽ 2x + 4x ആവും, അപ്പോൾ 6x. രണ്ട് കുറയ്ക്കണം, സബ്ട്രാക്ഷൻ്റെ മൈനസും ഉണ്ട്, ഇവിടുത്തെ മൈനസും ഉണ്ട്, +6x. ഇനി -6 ഞാൻ താഴത്തേക്ക് ഇറക്കി എഴുതി. ഓക്കെ, അല്ല ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പ് 6x - 6 ഇവിടെയുണ്ട്, ഇവിടെ x - 1 ഉണ്ട്. ഇനി റിപ്പീറ്റേഷൻ. ഓക്കെ, എക്സ് ഇവിടെ 6x. എക്സിന് എങ്ങനെ 6x ആക്കാം, അതിപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സിന് 6x ആക്കാൻ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, +6 കൊണ്ട് അല്ലേ. അപ്പോൾ 6 എന്ന് കിട്ടി. ഈ 6 കൊണ്ട് വീണ്ടും ചെയ്ത കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാം. 6 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 × x 6x, 6 × -1 -6. ഇവിടെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. 6-ൽ ഇനി 6 മാത്രമേ ഉള്ളൂ. 6-ൽ 3 എത്രയാവും, 2. 2 × 3 6, റിമൈൻഡർ 0. എന്താ റിമൈൻഡർ 0 പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായി പോകുന്നു, അല്ലെങ്കിൽ ഫാക്ടറാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എവിടെ നിന്നാണ്, ഈ 4x³ + 2x - 6ൻ്റെ ഫാക്ടറാണ് x - 1. അതായത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി പോകുന്നല്ല എൻ്റെ മീനിങ്. കൃത്യമായി പോയിട്ടില്ലേ, ലാസ്റ്റ് കിട്ടിയ 2 സബ്ട്രാക്ട് ചെയ്ത് നോക്ക്, റിമൈൻഡർ എന്താ, 0 അല്ലേ. അപ്പോൾ ഇങ്ങനെ വേണം ഡിവൈഡ് ചെയ്യാൻ. ഇനി നോക്കി നോക്കൂ, ഇതാണ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഫാക്ടർ, ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ, 4x² + 4x - 4x + 6. ഓക്കെ,
അപ്പോൾ ഒരു പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഫാക്ടറുകൾ കാണാനും പോളിനോമിയലിനെ അതിനേക്കാൾ ചെറിയ ലോവർ ഡിഗ്രിയുള്ള പോളിനോമിയലിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു പോളിനോമിയലിനെ വേറൊരു പോളിനോമിയൽ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ള കാണിച്ചത്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ കോഷ്യൻ്റ്, ഇതാണ് റിമൈൻഡർ.